കർത്താവായ യേശുവേ, നിന്നിൽ അഭയം തേടിയ നിന്റെ മക്കളെ അവർ കീറിമുറിച്ചു. 2017 സെപ്റ്റംബർ മാസം 9-ാം തീയതി കൊളംബയിലെ വില്ല വിൻസെൻസിയോ ദേവാലയത്തിൽ ഫ്രാൻസിസ് പാപ്പ പ്രാർത്ഥിച്ചത് അപ്രകാരമാണ്. ബോംബ് വർഷിച്ച് ഇരു കൈകളും കാലുകളും മുറിഞ്ഞ് വികൃതമായ ആ ക്രൂശിത രൂപത്തിൻ്റെ മുൻപിൽ പാപ്പ നൊമ്പരപ്പെടുന്നവരുടെ ഓർമ്മകൾ മനസ്സിൽ പേറിക്കൊണ്ട് പ്രാർത്ഥിച്ചു. കർത്താവായ യേശുവേ, നിന്നിൽ അഭയം തേടിയ നിന്റെ മക്കളെ അവർ കീറിമുറിച്ചു. ക്രിസ്തുവേ, മുറിവേറ്റവരുടെ ഹൃദയങ്ങളിലും മാനസങ്ങളിലും സൗഖ്യത്തിൻ്റെ ലേപനം പുരട്ടാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തേണമേ. നൊമ്പരങ്ങളുടെ ഈ മണ്ണിൽ നിന്ന് മറക്കാനും പൊറുക്കാനും മാനസാന്തരപ്പെട്ട് സമാധാനം സംസ്ഥാപിക്കാനും ഞങ്ങളെ സഹായിക്കണമേ. കണ്ണുകളടച്ച് ഗദ്ഗദകണ്ഠനായി ഫ്രാൻസിസ് പാപ്പ ആ ദേവാലയത്തിൽ അങ്ങനെ പ്രാർത്ഥിച്ചു. ഇനിയും മുറിവുണങ്ങാത്ത വേദനിക്കുന്നവരുടെ അടുത്തേക്ക് കടന്നു ചെല്ലാനുള്ള നിന്റെ കാലുകളാകട്ടെ ഞങ്ങളുടെ കാലുകൾ. മാനവും മഹത്വവും നഷ്ടപ്പെട്ട അവരെ ആശ്ലേഷിക്കുന്ന കരങ്ങളാകട്ടെ ഞങ്ങളുടെ കരങ്ങൾ. അവ ഒറ്റയ്ക്കിരുന്ന് കരയുന്നവരുടെ അവരെ ചേർത്ത് പിടിക്കുവാൻ ആശ്വസിപ്പിക്കുവാനുള്ള നിന്റെ കരങ്ങളാകട്ടെ. ഒടിഞ്ഞു നുറുങ്ങിയ കരങ്ങളോടെയും നഷ്ടപ്പെട്ട കാലുകളോടെയും ഈ കുരിശിൽ നിന്നെ കാണുമ്പോൾ നിന്റെ ജനങ്ങളോടൊപ്പം നിന്റെ ജനത്തിനായി ഇന്നും നീ സഹിക്കുന്നു എന്ന് ഞങ്ങൾ ഓർക്കുന്നു. ഫ്രാൻസിസ് പാപ്പ ഈ വില്ല വിൻസെൻസിയോയിലെ ദേവാലയത്തിൽ ഈ പ്രാർത്ഥന നടത്തുമ്പോൾ ഒരുപക്ഷേ മാർപ്പാപ്പയുടെ മനസ്സിൽ 2002 മെയ് 2-ാം തീയതി നടന്ന ആ ദാരുണ സംഭവം തെളിഞ്ഞു നിന്നിരിക്കണം. അന്ന് ആ ദേവാലയത്തിൽ ഒരുമിച്ചുകൂടി പ്രാർത്ഥിക്കുവാനെത്തിയ വിശ്വാസികളുടെ നടുവിലേക്ക് കൊളംബയിലെ FARC റെവല്യൂഷണറി ആംഡ് ഫോഴ്സ് ഓഫ് കൊളംബിയ അതിലെ ഭീകരർ ബോംബെറിഞ്ഞു. അവരെറിഞ്ഞ 3 ബോംബുകളിൽ ഒരെണ്ണം വന്നു വീണത് ആ ദേവാലയത്തിൻ്റെ പ്രധാന അൾത്താരയിലേക്ക് തന്നെയായിരുന്നു. അന്ന് 119 പേർ ആ ദേവാലയത്തിൽ മരിച്ചു വീണു. ഏകദേശം 98ഓളം പേർ വളരെ തീവ്രമായ പരിക്കുകളോടെ ചികിത്സയ്ക്കായി കഴിയേണ്ടി വന്നു. ഈ ദേവാലയത്തിലെ പ്രധാന അൾത്താരയ്ക്ക് പിൻപിൽ വച്ചിരുന്ന ആ വലിയ ക്രൂശിത രൂപം, അതിൻ്റെ 2 കൈകളും ഒടിഞ്ഞ് കാലുകളും ഒടിഞ്ഞ് കറുത്ത ബോംബിൻ്റെ പുകപടലം കൊണ്ട് വികൃതമായി ഇപ്പോഴും ആ രൂപം ഒട്ടും കേടുപാടുകളൊന്നും തീർക്കാതെ അതേപടി ആ ഓർമ്മ നിലനിർത്തുവാൻ തന്നെ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അതിൻ്റെ മുൻപിൽ നിന്നാണ് ഫ്രാൻസിസ് പാപ്പ പ്രാർത്ഥിച്ചത്. കർത്താവായ യേശുവേ, നിന്നിൽ അഭയം തേടിയ നിൻ്റെ മക്കളെ
അവർ കീറി മുറിച്ചു എന്ന്. യഥാർത്ഥത്തിൽ 5 പതിറ്റാണ്ടിനപ്പുറം നീണ്ടുനിന്ന ഒരു ഗറില്ല യുദ്ധത്തിൻ്റെ തുടർക്കഥയായിരുന്നു ഈ ദാരുണ സംഭവം. 1964 മുതൽ ആരംഭിച്ച ഗറില്ല യുദ്ധത്തിലൂടെ ഔദ്യോഗിക കണക്കനുസരിച്ച് 9,84,507 പേർ മരണപ്പെട്ടിട്ടുണ്ടത്രേ. 1,66,407 പേർ ഔദ്യോഗിക കണക്ക് പ്രകാരം അപ്രത്യക്ഷരായി, കാണാതായി. അതേ തുടർന്നുള്ള ദുരിതങ്ങളും പ്രയാസങ്ങളും ഇന്നും തുടരുന്നു. അതിനൊരതിരുമില്ല, ഒരു കണക്കുമില്ല. ഇങ്ങനെ ഈ ദുരന്തങ്ങളുടെ ചരിത്രത്തിൽ 2012 ഫെബ്രുവരി മാസം 22-ാം തീയതി FARCയുടെ ഒരു ക്യാമ്പ് കൊളംബിയൻ വിമാനം, ഔദ്യോഗിക സർക്കാരിൻ്റെ തന്നെ വിമാനം ബോംബിട്ട് നശിപ്പിച്ചു. ഈ കഴിഞ്ഞ ദിവസം പാപ്പയുടെ സന്ദർശനത്തിന് തൊട്ട് മുൻപായി ഈ FARCയുടെ പഴയ നേതാക്കന്മാരിൽ ഒരാളായ റോഡ്രിഗോ ലൊന്തോഞ്ഞോ ഫ്രാൻസിസ് പാപ്പയ്ക്ക് ഇപ്രകാരം എഴുതിയിരുന്നു: ഞങ്ങളുടെ സംഘടനകൾ വഴി, ഞങ്ങൾ വഴി ഒത്തിരി വ്യക്തികൾക്കും പൊതുസമൂഹത്തിനും വരുത്തിയ എല്ലാ ദുഃഖങ്ങൾക്കും ദുരിതങ്ങൾക്കും ഞാൻ മാപ്പ് ചോദിക്കുന്നു. പലപ്പോഴായി ഒരു മാർപ്പാപ്പ എന്ന നിലയ്ക്ക് അങ്ങ് കാരുണ്യത്തെപ്പറ്റിയും ക്ഷമയെപ്പറ്റിയും പറഞ്ഞ സന്ദേശങ്ങൾ എൻ്റെ ഹൃദയത്തിൽ സ്പർശിച്ചിട്ടുണ്ട്. അത് എന്നെ വല്ലാതെ വിഷമിപ്പിച്ചിട്ടുമുണ്ട്. ഞാൻ അനുരഞ്ജനത്തിൻ്റെ പാത സ്വീകരിക്കുന്നു. അപ്രകാരം പുതിയ പരിവർത്തനത്തിൻ്റെ ഒരു ജീവിതം നയിക്കുവാൻ മറ്റുള്ളവരെയും പ്രചോദിപ്പിക്കുന്നുവെന്ന്. അനുരഞ്ജനത്തിൻ്റെ അപ്പസ്തോലനായിട്ടാണ് ഫ്രാൻസിസ് പാപ്പ കൊളംബിയയിലേക്ക് കടന്നു ചെന്നത്. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിത സന്ദേശം തന്നെ കാരുണ്യത്തിൻ്റേതാണ്. ദൈവകാരുണ്യം മനുഷ്യർക്ക് കാട്ടിക്കൊടുക്കുന്നതിനും പരസ്പരം കാരുണ്യത്തിൻ്റെ ഉപകരണങ്ങളായി ജീവിക്കുന്നതിനും വേണ്ടിയുള്ള വലിയ ഒരു സന്ദേശം തന്നെയാണ് ഫ്രാൻസിസ് പാപ്പ തൻ്റെ ജീവിതം വഴി, പ്രത്യേകിച്ച് കത്തോലിക്ക സഭയുടെ ആഗോള അപ്പസ്തോലിക അജപാലന ശുശ്രൂഷ നേതൃത്വം ഏറ്റെടുത്ത അവസരം മുതൽ അദ്ദേഹം ലോകത്തിന് നൽകുന്നത്. കാരുണ്യത്തിൻ്റെ സന്ദേശം, സമാധാനം സംസ്ഥാപിക്കേണ്ടതിൻ്റെ ആവശ്യകതയുടെ സന്ദേശം. 2016 മെക്സിക്കോയിൽ നിന്ന് വിമാനമാർഗം തിരികെ റോമിലേക്ക് പോരുന്ന വഴി പത്രപ്രവർത്തകരോട് അദ്ദേഹം അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധത്തിൽ പറഞ്ഞ ഒരു കാര്യം, പ്രത്യേകിച്ച് ലോക നേതാക്കളെ എല്ലാവരെയും ഇരുത്തി ചിന്തിപ്പിക്കുന്ന ഒരു വസ്തുതയായിരുന്നു. അദ്ദേഹം പറഞ്ഞു, എ പേഴ്സൺ ഹു തിങ്സ് ഓൺലി അബൌട്ട് ബിൽഡിംഗ് വാൾസ് wherever they may be and not building bridges is not Christian. This is not gospel എന്ന്. അതായത് പാലങ്ങൾ പണിയുന്നതിന് പകരം മതിലുകൾ തീർക്കുന്ന വ്യക്തികൾ, അതെവിടെയായാലും അങ്ങനെ ചിന്തിക്കുന്നവർ ഒരിക്കലും ക്രിസ്ത്യാനിയല്ല, അത് സുവിശേഷത്തിൻ്റെ സന്ദേശവുമല്ല എന്ന്. പക്ഷേ ലോക നേതാക്കളോടെല്ലാവരോടും അനുരഞ്ജനവും സ്നേഹവും പരസ്പരമുള്ള ബന്ധവും കാത്തുസൂക്ഷിക്കുന്ന ഫ്രാൻസിസ് പാപ്പ ഈ നേതാക്കളെല്ലാം വത്തിക്കാനിൽ സ്വീകരിക്കുന്നതിനും അവരോട് വീണ്ടും കാരുണ്യത്തെപ്പറ്റിയുള്ള, സമാധാനം സംസ്ഥാപിക്കുന്നതിനെ പറ്റിയുള്ള ഈ ഒരു ദൗത്യം, ഉത്തരവാദിത്വം എന്നും പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ആശയവും ദർശനവും ലോകത്തിൻ്റെ എല്ലാ കോണുകളിലും കൊണ്ടു ചെല്ലുവാൻ വേണ്ടിയാണ് പ്രത്യേകിച്ച്
പ്രതിസന്ധികളും അസ്വസ്ഥതകളും നിലനിൽക്കുന്ന പ്രദേശങ്ങളിലേക്ക് ഈ തീർത്ഥാടനം അദ്ദേഹം നടത്തുന്നത്. പ്രത്യേകിച്ച് ലോകത്തിൽ വളർന്നു വരുന്ന നിസ്സംഗതയെപ്പറ്റി ആകുലനായിക്കൊണ്ട് തന്നെയാണ് ഫ്രാൻസിസ് പാപ്പ പലപ്പോഴും തൻ്റെ പ്രഭാഷണങ്ങളിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. സുവിശേഷത്തിൻ്റെ സന്തോഷം എന്ന ഫ്രാൻസിസ് പാപ്പയുടെ ചാക്രിക ലേഖനം ഇവഞ്ചലി ഗൗഡിയും അതിൻ്റെ 54-ാം പാരഗ്രാഫിൽ പറയുക, നിസ്സംഗതയുടെ ഒരു ആഗോളവൽക്കരണം വികസിച്ചു വന്നിരിക്കുന്നു. അതിനെപ്പറ്റി ബോധവാന്മാർ ആകാതെ തന്നെ നമ്മൾ ദരിദ്രരുടെ വിലാപത്തിൽ സഹതാപം തോന്നാൻ കഴിയാത്തവരും മറ്റുള്ളവരുടെ വേദനയിൽ കരയാനാവാത്തവരും അവരെ സഹായിക്കുക ആവശ്യമാണെന്ന് തോന്നാത്തവരും ആയിത്തീർന്നിരിക്കുന്നു. അങ്ങനെ നിസ്സംഗതയുടെ ഒരു ആഗോളവൽക്കരണം, ദ ഗ്ലോബലൈസേഷൻ ഓഫ് ഇൻഡിഫറൻസ്, ഇത് ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിലും നിലനിൽക്കുമ്പോഴും അസ്വസ്ഥതകൾ നടമാടുമ്പോഴും അതിനെതിരെ സംസാരിക്കുകയും സ്നേഹത്തിൻ്റെ പാലങ്ങൾ, സൗഹൃദത്തിൻ്റെ ബന്ധങ്ങൾ സംസ്ഥാപിക്കുവാൻ ഫ്രാൻസിസ് പാപ്പ പ്രത്യേകമായി കരുതലോടുകൂടെ പ്രവർത്തിക്കുകയാണ്. വളരെ പ്രത്യേകമായി ലോക ചരിത്രം പരിശോധിക്കുമ്പോൾ യുദ്ധത്തിൻ്റെയും പ്രതിരോധത്തിൻ്റെയും അക്രമത്തിൻ്റെയും ചെറുപ്പുനിൽപ്പിൻ്റെയും ഒക്കെ ചരിത്രമാണ് നാം കാണുക. എന്നാൽ ലോകത്തിലുള്ള എല്ലാ മതങ്ങളും ആത്യന്തികമായി അടിസ്ഥാനപരമായി പഠിപ്പിക്കുന്നതും പ്രബോധിപ്പിക്കുന്നതുമെല്ലാം സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും പരസ്പര ധാരണയുടെയും ഒക്കെ ഒരു ദർശനം തന്നെയാണ്. പക്ഷെ അതോടൊപ്പം തന്നെ മതം തന്നെ ചിലപ്പോൾ മൗലികവാദത്തിലേക്കും അതേ തുടർന്നുള്ള അക്രമത്തിലേക്കും വഴിമാറുന്ന ഒരു ചരിത്രവും നമുക്ക് സമാന്തരമായി കാണുവാൻ സാധിക്കും. പ്രത്യേകിച്ച് 2001 സെപ്റ്റംബർ മാസം 11-ാം തീയതി ന്യൂയോർക്കിലെ ട്വിൻ ടവർ ആക്രമിച്ചപ്പോൾ ഉണ്ടായിരുന്ന പ്രതിസന്ധികളും അതേപോലെ തന്നെ ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിലും മതസമൂഹങ്ങൾ തമ്മിലുള്ള സൗഹാർദ്ദത നഷ്ടപ്പെടുത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളുമെല്ലാം ഈ ലോകത്തിൻ്റെ സമാധാനം ഇല്ലാതാകുന്ന അവസ്ഥയ്ക്ക് കൂടുതൽ സഹായകമായി എന്നുള്ളതും നാം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ ഈ സാഹചര്യത്തിൽ മതങ്ങൾ തമ്മിൽ പരസ്പരം കൂടുതൽ മനസ്സിലാക്കിക്കൊണ്ടും ഒരു സാഹോദര്യത്തിൻ്റെ കൂട്ടായ്മയുടെ ഒരു ജീവിത ശൈലി വിശ്വാസികൾ കൂടുതൽ സൂക്ഷിക്കേണ്ടതുമായിട്ടുള്ള ഒരു കാലഘട്ടമാണ്. പൂനായിലെ ജ്ഞാനദീപ വിദ്യാപീഠത്തിൽ ദൈവശാസ്ത്ര അധ്യാപകനായിരുന്ന ഫാദർ കുര്യൻ കുന്നുംപുറം എന്ന ഈശോ സഭാ വൈദികൻ ബ്ലഡ് ആൻഡ് ടിയേഴ്സ് ഇന്റർഡിസിപ്ലിനറി സ്റ്റഡീസ് ഓൺ റിലീജിയൻ ആൻഡ് വയലൻസ് എന്ന ഒരു പുസ്തകം എഡിറ്റ് ചെയ്തിട്ടുണ്ട്. അതിലെ ശ്രദ്ധേയമായ പല ലേഖനങ്ങളിൽ ഒന്ന് ഇന്ന് ഈശോ സഭയുടെ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ പ്രൊവിൻഷ്യലായ ജോർജ് പട്ടേരി എഴുതിയിട്ടുള്ള ഒരു ലേഖനമാണ്. സാക്രിലൈസേഷൻ ഓഫ് വയലൻസ്, എനി വേ ഔട്ട് എന്നാണ് അതിൻ്റെ തലക്കെട്ട്. പ്രത്യേകിച്ച് ഇന്ന് ആക്രമണങ്ങൾ, പരസ്പരമുള്ള ചേരിപ്പോരുകൾ ഇങ്ങനെ വിശുദ്ധീകരിക്കുന്ന കാലയളവിൽ ഇതിൽ നിന്ന് എപ്രകാരം സമൂഹത്തെ, മതങ്ങളെ, വിശ്വാസികളെ യഥാർത്ഥമായ മതത്തിൻ്റെ സൗഹാർദ്ദതയുടെയും സ്നേഹത്തിൻ്റെയും പാതയിലേക്ക് തിരികെ വരാൻ സാധിക്കുമെന്നാണ് ഫാദർ ജോർജ് പട്ടേരി ഇതിൽ പ്രത്യേകമായി വിചിന്തനം നടത്തുന്നത്. പ്രത്യേകിച്ച് റെനെ ജിറാഡ് എന്ന ഒരു ദൈവശാസ്ത്രജ്ഞൻ്റെയും ഭാരതത്തിലെന്നും സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും സമാധാന മാർഗത്തിലൂടെ സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവന്ന രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെയും ഒക്കെ ചിന്തകൾ
വിചിന്തനം നടത്തിക്കൊണ്ടാണ് ഇതിന് ഒരു പോംവഴി അദ്ദേഹം കണ്ടുപിടിക്കുന്നത്. അദ്ദേഹം ഗാന്ധിജിയുടെ ഈ ആത്മസമർപ്പണത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും പാതയിലൂടെ എങ്ങനെ സമൂഹത്തിൽ സൗഹാർദ്ദതയും സമാധാനവും കൊണ്ടുവരുവാൻ സാധിക്കുമെന്ന് വിശദീകരിക്കുന്ന ആ ഭാഗത്ത് CF ആൻഡ്രൂസ് എന്ന ആ വിഖ്യാതനായ ക്രൈസ്തവ പുരോഹിതൻ യങ് ഇന്ത്യ എന്ന പത്രത്തിൽ 1924 സെപ്റ്റംബർ മാസം എഴുതിയ ആ ലേഖനം ഉദ്ധരിക്കുന്നുണ്ട്. Instinctively, my gaze turned back to the frail, wasted, tortured spirit of Gandhi on the terrace by my side, bearing the sins and sorrows of his people. തൻ്റെ ജനത്തിൻ്റെ ദുഃഖങ്ങളും പോരായ്മകളും ഉള്ളിലൊതുക്കിക്കൊണ്ട് ആ കൃശഗാത്രനായ എല്ലും തൊലിയും മാത്രമുള്ള ആ മനുഷ്യൻ എടുക്കുന്ന ആ വേദനയുടെ നൊമ്പരത്തിലേക്ക് ഞാൻ എൻ്റെ കണ്ണുകൾ കടന്നു ചെന്നു. അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത് ബൈബിളിലെ വിലാപങ്ങളിലെ 1-ാം അധ്യായം 12-ാം വാക്യം ആണ് എന്ന് CF ആൻഡ്രൂസ് എന്ന പുരോഹിതൻ പറയുന്നു. അദ്ദേഹം വിലാപങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് പറയുക, ഇറ്റ് ഈസ് നത്തിങ് ടു യു ഓൾ യു ദാറ്റ് പാസ് ബൈ. കടന്നു പോകുന്നവരെ, ഈ ദുരിതങ്ങൾ നിങ്ങൾക്ക് ഒന്നുമല്ല. ബിഹോൾഡ് ആൻഡ് സീ ഇഫ് ദർ ഈസ് എനി സോറോ ലൈക്ക് അൺടു മൈ സോറോ. എൻ്റെ ഹൃദയത്തിലുള്ള ഈ ദുഃഖം പോലെ എന്തെങ്കിലും ദുഃഖം ഉണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കുക. അങ്ങനെ യഥാർത്ഥത്തിൽ ഇപ്രകാരം സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും ഒരു അവസ്ഥ സമൂഹത്തിൽ കൊണ്ടുവരുവാൻ ഗാന്ധിജി പോലെയുള്ള മനുഷ്യർ വിശ്വാസത്തിൽ അടിസ്ഥാനപ്പെട്ട് നിലകൊണ്ടത് തീർച്ചയായും എല്ലാവർക്കും മാതൃകയാണെന്ന് ഈ ലേഖനത്തിൽ പ്രത്യേകമായി പറയുന്നു. ബൈബിളിൻ്റെ ആദ്യ ഭാഗം മുതൽ തന്നെ ഒരുപക്ഷെ മനുഷ്യൻ്റെ സ്വഭാവത്തിൻ്റെ ഭാഗമായി തന്നെ കാണാവുന്ന ഈ അക്രമത്തിൻ്റെ ഒരു ലാഞ്ചന വിവരിക്കുന്നുണ്ട്. ബൈബിളിൻ്റെ വിവരണങ്ങളിൽ പ്രഥമ പുരുഷനിൽ നിന്നും സ്ത്രീയിൽ നിന്നും ജാതനായ ആ 2 സഹോദരന്മാർ തന്നെ ഇങ്ങനെ ഒരു സഹോദരൻ മറ്റൊരു സഹോദരനെ ഇല്ലായ്മ ചെയ്യുന്ന ഈ ഒരു അക്രമത്തിൻ്റെ വാസന മനുഷ്യനിൽ സഹജമായിട്ടുള്ള കാര്യമാണെന്ന് വിവരിക്കുന്ന ഭാഗമുണ്ട്. ഉൽപ്പത്തിയുടെ പുസ്തകം 4-ാം അധ്യായത്തിൽ ആബേലിൻ്റെയും കായലിൻ്റെയും വിവരണങ്ങൾ കൊടുത്തുകൊണ്ട് ഈ മനുഷ്യനിൽ സഹജമായ ഈ പരസ്പരമുള്ള സ്പർദ്ധയുടെ കാര്യം വ്യക്തമാക്കുന്നുണ്ട്. അവിടെ പറയുക, സഹോദരനെ വധിച്ചതിന് ശേഷം പക്ഷെ ദൈവം ഈ മനുഷ്യനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നിന്റെ സഹോദരൻ ആബേൽ എവിടെ എന്ന ചോദ്യം. തുടർന്ന് ഇവൻ്റെ മറുചോദ്യം, സഹോദരൻ്റെ കാവൽക്കാരനാണോ ഞാൻ എന്ന്. എന്നാൽ കർത്താവ് പറഞ്ഞു, ഉൽപ്പത്തിയുടെ പുസ്തകം 4-ാം അധ്യായം 10-ാം വാക്യം, നിന്റെ സഹോദരൻ്റെ രക്തം മണ്ണിൽ നിന്ന് എന്നെ വിളിച്ചു കരയുന്നു. നിന്റെ കയ്യിൽ നിന്ന് നിന്റെ സഹോദരൻ്റെ രക്തം കുടിക്കാൻ വാ പിളർന്ന് ഭൂമിയിൽ നീ ശപിക്കപ്പെട്ടവനായിരിക്കും. അങ്ങനെ നിഷ്കളങ്കൻ്റെ രക്തം മണ്ണിൽ നിന്ന് ദൈവത്തെ വിളിച്ച് അപേക്ഷിക്കുന്നു. അത് ആ ദൈവം ശ്രവിക്കുക തന്നെ ചെയ്യും. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ തന്നെ 42-ാം അധ്യായത്തിൽ ജോസഫും നിഷ്കളങ്കനായ ആ മനുഷ്യൻ തൻ്റെ 10 സഹോദരന്മാരാൽ സങ്കടപ്പെടുത്തുന്നതിൻ്റെയും വിവരണം കൊടുക്കുന്നുണ്ട്. അവിടെയും ഈ സഹോദരന്മാരുടെ മനസ്സാക്ഷി അവരോട് മന്ത്രിക്കുന്നത് ഏറെ ശ്രദ്ധേയമാണ്. തീർച്ചയായും നിഷ്കളങ്കൻ്റെ രക്തം, ദൈവത്തിൻ്റെ സന്നിധിയിലുള്ള ആ നിലവിളി മനസ്സാക്ഷിയുടെ സ്വരമായി മനുഷ്യരുടെ ഹൃദയങ്ങളിൽ നിറഞ്ഞു നിൽക്കും. അതുകൊണ്ടാണ് ഉൽപ്പത്തിയുടെ പുസ്തകം 42-ാം അധ്യായം 21-ാം വാക്യത്തിൽ പറയുക, ഇത് നമ്മുടെ സഹോദരനോട് നാം ചെയ്തതിൻ്റെ ഫലമാണ്.
ദൈവത്തിൻ്റെ മുൻപിൽ ആത്മാർത്ഥതയോടെ നീതിബോധത്തോടുകൂടെ പ്രവർത്തിക്കുന്ന വ്യക്തികൾക്കെതിരെ നാം പ്രവർത്തിക്കുമ്പോൾ ദൈവം തന്നെ അതിനുള്ള പ്രതികാരം ചോദിക്കും. സങ്കീർത്തനം 140 ഇപ്രകാരം നാം വായിച്ചു കേൾക്കുന്നു: കർത്താവേ, ദുഷ്ടരുടെ കൈകളിൽ നിന്ന് എന്നെ കാത്തുകൊള്ളണമേ. എന്നെ വീഴിക്കാൻ നോക്കുന്ന അക്രമികളിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. 140 സങ്കീർത്തനം 4 വാക്യം. അതിൻ്റെ 12 വാക്യത്തിൽ നാം കാണുന്നു: കർത്താവ് പീഡിതർക്ക് നീതി നടത്തിക്കൊടുക്കുന്നു, അഗതികൾക്ക് ന്യായം നിർവഹിച്ചു കൊടുക്കുമെന്നും ഞാൻ അറിയുന്നു. ദൈവമെന്നും പീഡിതരുടെ പക്ഷത്താണ്, എന്നും ന്യായം നടത്തിക്കൊടുക്കുന്നവനുമാണ്. അതുകൊണ്ട് എന്നും അക്രമത്തിൻ്റെ മാർഗം വെടിഞ്ഞുകൊണ്ട് നീതിയുടെ, സ്നേഹത്തിൻ്റെ, സമാധാനത്തിൻ്റെ, സൗഹാർദ്ദതയുടെ പാത പിൻചെല്ലുവാൻ വേണ്ടിയാണ് ദൈവമെന്നും ആഗ്രഹിക്കുക. ഇസ്യാസ് പ്രവാചകൻ്റെ പുസ്തകം 11 അധ്യായം 6 മുതലുള്ള വാക്യങ്ങളിൽ നാം വായിച്ചു കേൾക്കുക: നീതിയും വിശ്വസ്തതയും കൊണ്ട് അവർ അരമുറുക്കും, ചെന്നായയും ആട്ടിൻകുട്ടിയും ഒന്നിച്ചു വസിക്കും, പുള്ളിപ്പുലി കോലാട്ടിൻകുട്ടിയോട് കൂടെ കിടക്കും, പശുക്കിടാവും സിംഹക്കുട്ടിയും ഒന്നിച്ച് മേയും എന്നെല്ലാം വിവരിക്കുന്നുണ്ട്. അങ്ങനെ അക്രമത്തിൻ്റെയും വെറുപ്പിൻ്റെയും പാത ഉപേക്ഷിച്ചുകൊണ്ട് സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദതയുടെയും പാത പിന്തുടരുവാൻ വേണ്ടിയാണ് ദൈവം എന്നും നമ്മെ പ്രചോദിപ്പിക്കുക. ഇസ്യാസ് പ്രവാചകന്റെ പുസ്തകം തന്നെ 2 അധ്യായത്തിൽ ഇപ്രകാരം നാം കാണുന്നു: ജനപദങ്ങളുടെ തർക്കങ്ങൾ അവസാനിപ്പിക്കും, അവരുടെ വാൾ കൊഴുവും അവരുടെ കുന്തം വാക്കത്തിയുമാക്കി അടിച്ച് രൂപാന്തരപ്പെടുത്തും, രാജ്യത്തിനെതിരെ വാളുയർത്തുകയില്ല എന്ന്. പ്രത്യേകിച്ച് ഈ വാക്യം ന്യൂയോർക്കിലെ യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ്റെ പ്രധാന ഹെഡ്ക്വാർട്ടേഴ്സിൻ്റെ അങ്കണത്തിൽ ഈ ഇരുതല വാള് രൂപാന്തരപ്പെടുത്തി ഒരു കലപ്പയായി മാറ്റുന്ന അതിസുന്ദരമായ ഒരു ശില്പത്തിൻ്റെ ചുവട്ടിൽ എഴുതി വച്ചിരിക്കുന്ന വാക്യം ഇതാണ്: അങ്ങനെ അക്രമത്തിൻ്റെ മാർഗം വെടിഞ്ഞുകൊണ്ട് സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദതയുടെയും പാത പിൻചെല്ലുവാൻ യേശുവും എന്നും തൻ്റെ ശിഷ്യന്മാരോട് ആവശ്യപ്പെട്ടത് ഇതാണ്: സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. ഈ സമാധാനത്തിൻ്റെ സന്ദേശവുമായിട്ടാണ് ഫ്രാൻസിസ് പാപ്പ കൊളംബിയയിൽ തീർത്ഥാടനം നടത്തിയതും ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ കടന്നു ചെല്ലുന്നതും രാഷ്ട്ര നേതാക്കളുമായി ഈ കാരുണ്യത്തിൻ്റെ പുതിയ സംസ്കാരം തീർക്കുവാൻ ആവശ്യപ്പെടുന്നതും. ഈ ഫ്രാൻസിസ് പാപ്പയുടെ ആഹ്വാനം തീർച്ചയായും ലോകത്തിലുള്ള എല്ലാ ക്രൈസ്തവരും, അതേപോലെ തന്നെ വിശ്വാസികളെല്ലാവരും ഹൃദയത്തിൽ സ്വീകരിക്കണം. അങ്ങനെ സ്നേഹത്തിൻ്റെ, സൗഹാർദ്ദതയുടെ, പരസ്പര ധാരണയുടെ ഒരു വിശ്വസാഹോദര്യത്തിൻ്റെ ശൈലി നാം പാലിക്കുവാൻ സാധിച്ചാൽ ഈ സംസ്കാരം, ലോക സംസ്കാരം തന്നെ സ്നേഹത്തിൻ്റെ സംസ്കാരമായി മാറും. മതവിശ്വാസത്തിന് കൂടുതൽ മൂല്യവും അർത്ഥവും കടന്നു വരും. 2017 സെപ്റ്റംബർ മാസം 9 തീയതി വില്ല വിൻസെൻസിയോയിൽ വെച്ച പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ഈ വിചിന്തനം പൂർത്തീകരിക്കാം. ഫ്രാൻസിസ് പാപ്പ പ്രാർത്ഥിച്ചത് ഇങ്ങനെയാണ്: ഓ ബ്ലാക്ക് ക്രൈസ്റ്റ്, ഓ ബൊജോയ, who remind us of your passion and death. Together with your arms and feet, they have torn away your children who sought refuge in you. ബൊജായയിലെ കറുത്ത ക്രിസ്തുവേ, പൊട്ടിപ്പൊളിഞ്ഞ നിൻ്റെ പാദങ്ങളും കരങ്ങളും നിൻ്റെ സഹനവും മരണവും ഞങ്ങൾ ഓർക്കുന്നു. നിന്നിൽ അഭയം തേടിയ നിൻ്റെ മക്കളെ
അവർ കീറിമുറിച്ചു. ബൊജായയിലെ കറുത്ത ക്രിസ്തുവേ, കനിവോടെ ഞങ്ങളെ കടാക്ഷിക്കുകയും നിന്റെ തിരുമുഖത്ത് ഉള്ള ആ ശാന്തതയും സൗമ്യഭാവവും ഞങ്ങളെ സ്നേഹത്തിൽ ഒരുമിപ്പിക്കുവാൻ അനുഗ്രഹിക്കണമേ. ഓ ബ്ലാക്ക് ക്രൈസ്റ്റ്, ഓ ബൊജായ, grant us to commit ourselves to restoring your body. നിന്റെ ശരീരം പുനർനിർമ്മിക്കുവാൻ ഞങ്ങളും പരിശ്രമിക്കുവാൻ അനുഗ്രഹിക്കണമേ. May we be your feet that go forth to encounter our brothers and sisters in need. നൊമ്പരങ്ങളിലും ആവശ്യങ്ങളിലുമുള്ള ഞങ്ങളുടെ സഹോദരങ്ങളെയും സഹോദരിമാരെയും സഹായിക്കുവാൻ കടന്നു ചെല്ലാനുള്ള കാലുകളാകട്ടെ, നിന്റെ കാലുകളാകട്ടെ ഞങ്ങളുടെ കാലുകൾ. Your arms to embrace those who have lost their dignity. മഹത്വം നഷ്ടപ്പെട്ട നിന്റെ മക്കൾക്ക് ആശ്വാസം കൊടുക്കാൻ, അവരെ ആശ്ലേഷിക്കുവാനുള്ള കരങ്ങളാകട്ടെ ഞങ്ങളുടെ കരങ്ങൾ. Your hands to bless and console those who weep alone. ഒറ്റയ്ക്കിരുന്ന് കരയുന്ന നിന്റെ മക്കളെ ആശ്വസിപ്പിക്കുവാനുള്ള കരങ്ങളാകട്ടെ ഞങ്ങളുടെ ഈ കരങ്ങൾ. Make us your witness to your love and infinite mercy. നിന്റെ സ്നേഹത്തിൻ്റെയും അനന്തമായ കാരുണ്യത്തിൻ്റെയും സാക്ഷികളായി ഞങ്ങളെ മാറ്റണമേ. പ്രിയമുള്ളവരെ, മിസ്റ്റർ ഫ്രാൻസിസ് അസീസി പ്രാർത്ഥിച്ചതുപോലെ നമ്മുടെ പ്രാർത്ഥന ഇതാകട്ടെ. പ്രത്യേകിച്ച് അക്രമവും അസഹിഷ്ണുതയും എല്ലാം നിലനിൽക്കുന്ന ഈ സമൂഹത്തിൽ ഞങ്ങളെ സമാധാനത്തിൻ്റെ ഉപകരണങ്ങളാക്കി മാറ്റണമേ. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.